ശ്രീമന്നാരായണീയം 11-ാം ദശകം. ജയവിജയന്മാരുടെ അസുരജന്മം. സനകാദി യോഗികളുടെ വൈകുണ്ഠ ദർശനം, ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു എന്നിവരുടെ ഉത്ഭവം എന്നിവ ഈ ദശകത്തിൽ പ്രതിപാദിക്കുന്നു. ക്രമേണ സർഗേ പരിവർത്തമാനെ കഥാപി ദിവ്യാസനകാദയസ്തേ ഭവദ്വിലോകായ വികുണ്ഠലോകം പ്രഭേദിരേ മാരുതമന്ദിരേശ. വായുമന്ദിരസ്ഥിതനായ, അതായത് ഗുരുവായൂരിൽ വസിക്കുന്ന ഭഗവാനെ, സൃഷ്ടി കർമ്മഫലം ക്രമേണ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ പരിശുദ്ധാത്മാക്കളായ സനകൻ മുതൽ പേർ അങ്ങയെ ദർശിക്കാൻ വേണ്ടി വൈകുണ്ഠത്തിലെത്തി. മനോജ്ഞനൈ ശ്രേയസകാനനാദ്യൈരനേകവാഭിः മണിമന്ദിരൈശ്ച അനോപമം തം ഭവതോ നികേതം മുനീശ്വരാ പ്രാപുരതീതകക്ഷ്യാ. ആ മഹർഷി പുങ്കവന്മാർ മനോജ്ഞവും മോക്ഷദായകവുമായ ഉദ്യാനങ്ങളാലും അനേകം സരസ്സുകൾ, മണിമന്ദിരങ്ങൾ എന്നിവയാലും അനുപമവും സുപ്രസിദ്ധവുമായ അങ്ങയുടെ വാസസ്ഥാനത്തേക്ക് പുറത്തെ മതിലുകൾ കടന്നെത്തി. ഭവദ്ദിതൃക്ഷൻ ഭവനം വിഭൂഷൻ ദാസ്തൗ ജയസ്ഥാൻ വിജയോപ്യരുന്ധാം തേഷാം ച ചിത്തേ പദമാപകോപ സർവം ഭവൽ പ്രേരണൈവ ഭൂമൻ. ഭവദ്ദർശനോത്സുകരും ഭവനപ്രവേശന വ്യഗ്രരുമായ ആ മഹർഷിമാരെ ദ്വാരപാലകന്മാരായ ജയനും വിജയനും തടഞ്ഞപ്പോൾ അവരുടെ മനസ്സിൽ കോപമുണ്ടായി. അചിന്ത്യ വൈഭവനായ ഈശ്വര, അങ്ങയുടെ പ്രേരണ കൊണ്ടാണല്ലോ സർവവും സംഭവിക്കുന്നത്. വൈകുണ്ഠലോകാനുചിത പ്രചേഷ്ടൗ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേത ഇതി പ്രശബ്ദൗ ഭവനാശ്രയൗതൗ ഹരിസ്മൃതിന്നോർസ്ഥിതിനേ മധുസ്ഥാൻ. പരിശുദ്ധമായ വൈകുണ്ഠലോകത്തിന് അനുചിതമായ പ്രവൃത്തികളോടുകൂടിയ ക്രൂരന്മാരായ നിങ്ങൾ അസുരന്മാരായി തീരുക എന്ന് ശപിക്കപ്പെട്ട ജയവിജയന്മാർ തങ്ങളുടെ ഏക ആശ്രയമായ അങ്ങയെ എപ്പോഴും ഓർമ്മിക്കാനുള്ള അവസരം സുലബ്ധമാകാൻ വേണ്ടി സനകാദികളായ മഹർഷിമാരെ നമസ്കരിച്ചു. തദേതദാജ്ഞായ ഭവാനവാപ്ത സഹൈവ ലക്ഷ്മ്യാ ബഹുരം ഭുജാക്ഷ ഖഗേശ്വരാം സാർപ്പിത ചാരുബാഹുർ ആനന്ദയം സ്ഥാനഭിരാമമൂർത്യ. ഹേ അംബുജനേത്ര, സ്വഭൃത്യന്മാർക്ക് നേരിട്ടിരിക്കുന്ന ആപത്തിനെ പറ്റി എറിഞ്ഞ് അങ്ങ് ലക്ഷ്മി സമേതനായി ഗരുഡന്റെ പുറത്ത് സുന്ദരങ്ങളായ ബാഹുക്കൾ അർപ്പിച്ചുകൊണ്ട് ചാരുകളേബരനായി മഹർഷിമാരെ ആനന്ദിപ്പിച്ചുകൊണ്ട് അവിടെ എത്തിച്ചേർന്നു. പ്രസാദ്യ ഗീർഭി സ്തുവതോ മുനീന്ദ്ര നനന്യനാഥ വദപാർഷദൗതൗ സംരംഭയോഗേന ഭവസ്ത്രീഫിർമ മുമ്പേതമിത്യാത്ത കൃപം ന്യഗാദി. തന്നെ സ്തുതിക്കുന്ന മുനീന്ദ്രന്മാരെ അങ്ങ് നല്ല വാക്കുകൾ പറഞ്ഞ് സന്തോഷിപ്പിക്കുകയും അനാഥരായിത്തീർന്ന സ്വഭൃത്യരെ അടുത്ത 3 ജന്മങ്ങളിലെ കോപത്തോടു കൂടിയ ആരാധനത്തിന് ശേഷം എന്നെ പ്രാപിക്കുക എന്ന് കരുണാപൂർവം പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും ചെയ്തു. ത്വദീയഭൃത്യാവധ കാശ്യപത്തൗ സുരാരിവീരാദുദിതൗദിതൗ സന്ധ്യാസമുൽപാദന കഷ്ടചേഷ്ടൗ യമൗ ച ലോകസ്യ യമാവിവാന്യൗ. കാശ്യപ മഹർഷി സ്വപത്നിയായ ദിതിയിൽ സന്ധ്യാസമയത്ത് ഗർഭധാരണം നടത്തിയപ്പോൾ അങ്ങയുടെ ഭൃത്യന്മാരായ ജയനും വിജയനും അതിൽ പ്രവേശിക്കുകയും ക്രൂരപ്രവൃത്തികൾ മൂലം മറ്റ് 2 യമന്മാരാണോ എന്ന രീതിയിൽ അവർ 2
അസുരവീരന്മാരായി ഒന്നിച്ച് പിറക്കുകയും ചെയ്തു. ഹിരണ്യപൂർവ കശിപുക്കിലൈക പരോ ഹിരണ്യാക്ഷ ഇതി പ്രതീത ഉപോഭവന്നാഥമശേഷലോകം രുഷാനിരുന്ധാൻ നിജവാസനാന്തൗ. അവരിൽ ഒരാൾ ഹിരണ്യകശിപു എന്നും അപരൻ ഹിരണ്യാക്ഷൻ എന്നുമുള്ള പേരുകളിൽ പ്രസിദ്ധരായി തീർന്നു. അസുരപ്രഭാവത്താൽ ഉന്മത്തരായി തീർന്ന ഇരുവരും അങ്ങ് നാഥനായ ലോകത്തെ രോഷം കൊണ്ട് ഉപദ്രവിക്കാൻ തുടങ്ങി. തയോർഹിരണ്യാക്ഷ മഹേസുരേന്ദ്രോ രണായ ധാവന്നനവാപ്തവൈരി പവൽപ്രിയാക്ഷ്മാം സലിലേ നിമജ്യ ചചാരഗർവാദിനദൻ ഗതാവാൻ. അവരിൽ ഹിരണ്യാക്ഷൻ എന്ന അസുര ചക്രവർത്തി യുദ്ധത്തിനോടി നടക്കുകയും ശത്രുവെ കിട്ടായ്കയാൽ അങ്ങയുടെ പ്രിയതമയായ ഭൂമിയെ സമുദ്രത്തിൽ മുക്കുകയും വീണ്ടും ഗർവിഷ്ഠനായി ഗദയും ധരിച്ച് അലറി നടക്കുകയും ചെയ്തു. തതോ ജലാശാത് സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമ ഗവേഷയം സ്ത്വാം ഭക്തൈകദൃശ്യസ്യ കൃപാനിധേ ത്വാം നിരുന്ധിരോഗാൻ മരുതാലയേശ. പിന്നീട് ജലരാജനായ വരുണനിൽ നിന്ന് അങ്ങാണ് തനിക്ക് തുല്യനായ ശത്രുവെന്ന് കേട്ടറിഞ്ഞ ഹിരണ്യാക്ഷൻ അങ്ങയെ തിരഞ്ഞു സഞ്ചരിച്ചു. പക്ഷേ അങ്ങ് ഭക്തന്മാർക്ക് മാത്രം ദർശനീയനാണല്ലോ. കൃപാനിധിയായ ഗുരുവായൂരപ്പ, എൻ്റെ രോഗങ്ങളെ നശിപ്പിക്കണമേ. ശ്രീഹരേ നമഃ.